നമസ്കാരം. ഒരു യാത്ര കഴിഞ്ഞിട്ട് വരിക. കാരണം ഇപ്പം പറയാവേ ഇതെന്താ ഇങ്ങനെയെന്ന്. ജനങ്ങളെ ഊറ്റിപ്പിഴിയാൻ പുതിയ തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് നമ്മളുടെ ജനകീയ സർക്കാർ. ആഹ്ലാദിപ്പിൻ. സംഭവം എന്താണെന്നറിയാമോ? നമ്മൾ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുറകെയിരിക്കുന്ന ആൾ മുമ്പിലിരിക്കുന്ന ആളോടും അഥവാ ഡ്രൈവർ പുറകെയിരിക്കുന്ന ആളോടും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ ഏമാന്മാർ തടഞ്ഞു നിർത്തും, പിടിക്കും, കടുത്ത പിഴ ഈടാക്കും. എങ്ങനെയുണ്ട്? ഹെൽമെറ്റ് ചെക്കിംഗ് ഒക്കെ പോലെ ഇനിയിപ്പോഴത്തേക്ക് വരാൻ പോകുന്ന അടുത്ത പരിപാടിയാണ് സംസാര ടെസ്റ്റിംഗ്. മനസ്സിലായോ? ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ തൂറുന്നതിന് വരെ പിഴ അടയ്ക്കേണ്ടി വരുമല്ലോ തമ്പുരാനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം മാത്രമേ കക്കൂസി പോകാവുള്ളൂ എന്ന് നിയമം വരും. ഒന്നിൽ കൂടുതൽ നിങ്ങൾ എത്ര പ്രാവശ്യം കക്കൂസി പോയോ അതിനനുസരിച്ച് നിങ്ങൾ പിഴ അടയ്ക്കേണ്ടി വരും. അതും വരും, വരാഴികയില്ല. ഇവിടം വരെയൊക്കെ എത്തിയില്ലേ? ഉറപ്പായിട്ടും വരും. ഞാൻ ഈ വാർത്ത ഒന്ന് വായിക്കാം. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ സംസാരിച്ചാൽ പിഴ. തിരുവനന്തപുരം. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറുന്ന തരത്തിൽ പിന്നിലെ സീറ്റിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴയുൾപ്പെടെ നടപടിക്ക് നിർദ്ദേശം. എന്നാൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നറിയാതെ തല പുകയ്ക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ. ഇരുവരും ഹെൽമെറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് നിർദ്ദേശം. ഇത്തരം വർത്തമാനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കണമെന്ന് എല്ലാ RTOമാർക്കും ജോയിൻ്റ് RTOമാർക്കും അയച്ച സർക്കുലറിൽ ജോയിൻ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ K. മനോജ് കുമാർ നിർദ്ദേശിച്ചു. എന്നാലും എൻ്റെ പൊന്ന് മനോജ് കുമാർ സാറിന് ഈ സർക്കുലർ ഇറക്കുമ്പോഴത്തേക്ക് ഒരു ശകല നാണവോ ഉളുപ്പോ ഒന്നുമില്ലേ? ഇനി വഴി നീളെ മിണ്ടിയോ? നിങ്ങൾ തമ്മിൽ മിണ്ടിയോടാ? നിങ്ങൾ വർത്താനം പറഞ്ഞില്ലേ പിഴയടയ്ക്കടാ. എന്നെ നാണക്കേടാവുന്നു ഓർത്ത് നോക്കിയേ. ഇതിലും പേരെ നിങ്ങൾക്ക് വല്ല കട്ടപ്പാര എടുത്ത് ഇറങ്ങാൻ മേലേ. ഇതിലും പേരെ അതാ നാട്ടുകാരെ ഇങ്ങനെ ഊറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ പോലും നമ്മളോട് ഇതുപോലെ ചെയ്ത് പെരുമാറിയിട്ടില്ല. അല്ലെങ്കിൽ വേണ്ട, ഇനി ഓണത്തിന് കിറ്റ് ഇറക്കില്ല, ആ കിറ്റിനകത്ത് ഓരോ 1/2 കിലോ വിഷം കൂടെ വെച്ച് കൊടുക്കുക, ഞങ്ങളെല്ലാം അത് തിന്ന് മരിച്ചോളാം. ഇതിൽ പേരെ അതാ. ഈ നിയമം എങ്ങനെ നടപ്പിലാക്കുമെന്ന് അറിയത്തില്ലെന്നു ഞാൻ പറഞ്ഞു തരാം. ഞാൻ മുമ്പേ ഫസ്റ്റിലേ കാണിച്ചില്ലേ, ആ സംഭവം ചെയ്താൽ മതി. എങ്ങനെയാണെന്നോ? എന്തായാലും ഹെൽമെറ്റ് നിർബന്ധമാണല്ലോ. ആ കൂട്ടത്തെ ഈ സാധനവും കൂടെ നിർബന്ധമാക്ക്. എന്നിട്ട് എല്ലാവരും കുറേശ്ശെ പൊളിച്ചിട്ട് മുഖത്തങ്ങോട്ട് ഒട്ടിച്ച് വെക്കാൻ പറ. എന്നിട്ട് ചെക്കിങ്ങിന് നിൽക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഒട്ടിക്കാത്ത ആൾക്കാരെ പിടിക്കും. നല്ല ഐഡിയ ആയിട്ട് അങ്ങോട്ട് ചെയ്യും. അങ്ങോട്ട് അപ്പനും മക്കളും കൊച്ചുമക്കളും ഭാര്യയും എല്ലാവരും കൂടെ ആയിട്ട് യൂറോപ്പിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിദേശ യാത്ര. മന്ത്രിയും പരിവാരങ്ങളും തെക്ക് വടക്ക് കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മറ്റൊരു യാത്ര. പിന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത ശമ്പള വർധനം. എന്നാൽ ഇതിനനുസരിച്ചുള്ള വല്ല വരുമാനം എവിടെയുണ്ടോ? ഒന്നുമില്ല. പിന്നെ ആകെപ്പാടെ ചെയ്യേണ്ട തന്നെ ജനങ്ങളെ അങ്ങോട്ട് പിഴിയുക. നിങ്ങൾ മന്ത്രിമാർക്കും പരിവാരങ്ങൾക്കും അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്കകത്തുനിന്ന് നിങ്ങളെന്തിനാ പിടിച്ചു പറിക്കുന്നേ? ഒരു വരുമാനവും ഇല്ല, ഖജനാവ് കാലിയാണ്, നിങ്ങളെക്കൊണ്ട് ഭരിക്കാൻ ഒക്കത്തില്ലെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു കാര്യം ചെയ്യാൻ മേലേ, ഈ മന്ത്രിസഭ അങ്ങോട്ട് പിരിച്ചു വിടുക. എന്നിട്ടുള്ള വേറെ വല്ല പണിക്കും പോകും. ഇതിലും പേരാ അതല്ലേ? എന്തൊരു നാണക്കേടാണ്. കെട്ടിക്കൊഴിച്ചിട്ട് AI ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് വെച്ചു. അതിപ്പോൾ എത്ര എണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണത് യാതൊരു പിടിയില്ല. അത് പോട്ടെ, നമ്മുടെ RC ബുക്ക്, ലൈസൻസ് ഇതൊക്കെ കൃത്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ? വല്ല വിധേന ഈ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. എൻ്റെ ലൈസൻസ് ഇന്ന് വരും, നാളെ വരും. അത് പ്രിൻറ്റ് ചെയ്യാനുള്ള പൈസ പോലും കയ്യിലില്ലാത്ത ഒരു സർക്കാർ. അല്ലയോ എൻ്റെ ഗണേഷ് കുമാർ സാർ ഇതൊന്നും കാണുന്നില്ലേ? സാറ് ഒരുപാട് ഐഡിയയൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ? സാറിനെങ്കിലും ഇവരെ ഒന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടേ? ബൈക്കിൻ്റെ പുറകിലിരുന്ന് കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ല. എന്തോന്നാ ഇതൊക്കെ? അപ്പോൾ കാറിനകത്താണെങ്കിൽ കുഴപ്പമില്ലേ? അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. പാവം സർക്കാർ, അവർക്ക് ഈ നിർദ്ദേശം ഉണ്ടല്ലോ, അതായത് ഈ ബൈക്കിൻ്റെ പുറകിലിരുന്നാൽ സംസാരിക്കുന്നത് അതെങ്ങനെ നടപ്പിലാക്കുമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനൊരു ഐഡിയ പറഞ്ഞില്ല, ഈ മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ മുഖത്തൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും അതുപോലെയുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, നമുക്ക് ചിരിക്കാം. എന്നാൽ ശരി, ഞാൻ പോട്ടെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുതേ. അയ്യോ, സ്റ്റിക്കർ ഒട്ടിച്ചില്ല. ഓക്കെ.